ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് അഥവാ ബഹുപദങ്ങളും സമവാക്യങ്ങളും എന്ന ചാപ്റ്ററിലെ 5ാമത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 202-ലെ 3ഉം 4ഉം ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. 1ാമത്തെ 2ാമത്തെ ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. ഇവിടെ 3ാമത്തെ ചോദ്യം ഇതാണ്: ദ സം ഓഫ് ദി കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 അപ് ടു വിച്ച് നമ്പർ ഈസ് 300. ഒന്നിൽ നിന്ന് തുടങ്ങി അടുത്തടുത്തുള്ള എത്ര നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 300 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവസാനത്തെ സംഖ്യ നമുക്ക് തന്നിട്ടില്ല, തുക തന്നിട്ടുണ്ട്. 1ാമത്തെ നാച്ചുറൽ നമ്പർ, 1ാമത്തെ എണ്ണൽ സംഖ്യയായ 1ൽ നിന്ന് തുടങ്ങുകയും വേണം. എല്ലാ എണ്ണൽ സംഖ്യകളും വേണം താനും. അപ്പം നമുക്കറിയാവുന്ന 2 ഇക്വേഷൻസ് ഉണ്ട്. അതിൽ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1ാം പദവും അവസാന പദവും തന്നാൽ മാത്രമുള്ളതാണ്. 2ാമത്തെന്ന് പറഞ്ഞാൽ 1ാമത്തെ പദം മതി അല്ലെ, അവസാനത്തെ പദം ഇല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പം ആ സമവാക്യം എന്താണ്? n/2 ഇൻറ്റു 2x1 പ്ലസ് n-1 ഇൻറ്റു d. നമ്മളിത് ഓൾറെഡി പഠിച്ചതാണ് അല്ല. ഇതാണ് ഈ തുകയാണ്, തുകയാണ് 300. ഇത് തന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാവുന്ന കാര്യം എന്താണ്? x1 എന്ന് പറയുന്നത് 1ാമത്തെ പദമാണ്. 1ാമത്തെ പദം എത്രയാണ്? 1ൽ നിന്ന് തുടങ്ങണമെന്ന് പറഞ്ഞു. പിന്നെ d എന്താണ്? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. ഇത് എണ്ണൽ സംഖ്യകളുമാണ് അടുത്തടുത്തുള്ള, കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തടുത്തുള്ള എണ്ണൽ സംഖ്യ ആകുമ്പോൾ പൊതുവ്യത്യാസം 1 ഇത്രയും സംഗതികൾ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? n ആണ് കണ്ടുപിടിക്കേണ്ടത്. അവസാന പദമാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര പദങ്ങൾ, വിച്ച് നമ്പർ, അപ് ടു വിച്ച് നമ്പർ ഈസ് 300 എന്നല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം. n നമുക്ക് അറിയത്തില്ല. n/2 ഇൻറ്റു 2, x1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് n നമുക്കറിയത്തില്ല ഇൻറ്റു d1 ഈക്വൽ ടു 300. അപ്പോൾ n/2 ഇൻറ്റു 2 ഇൻറ്റു 1 2 തന്നെ, ഈ പ്ലസ് അതേപോലെ ഇട്ടു. n-1 ഇൻറ്റു 1 n-1 തന്നെ ഈക്വൽ ടു 300 എന്ന് എഴുതാമല്ലോ. ഇനി ഈ ഡിവൈഡഡ് ബൈ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 2 ആവും. അപ്പം n ഇൻറ്റു, ഇനി ഈ n ആദ്യം എഴുതാം നമുക്ക്. 2 - 1 എന്ന് പറയുന്ന +1 ആണ് ഈക്വൽ ടു, ഈ 2നെ കൂടെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 300 ഇൻറ്റു 2 എന്നായിക്കോളും അല്ലേ. ഇനി ഇത് ഓപ്പൺ ചെയ്ത് n ഇൻറ്റു n സ്ക്വയർ പ്ലസ് n ഇൻറ്റു 1 എന്ന് പറയുന്ന n ഈക്വൽ ടു 600 എന്ന് കിട്ടിയല്ലോ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? n സ്ക്വയർ പ്ലസ് n, ഈ 600 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ -600 ഈക്വൽ ടു 0 എന്നായി. ഇതൊരു പോളിനോമിയൽ അല്ലേ, ഒരു ബഹുപദമല്ലേ, ഒരു 2ാം കൃതി ബഹുപദമാണ്, 2nd ഡിഗ്രി പോളിനോമിയൽ ആണ്. അപ്പോൾ ഇതിനെ 2 ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് മാറ്റണം. നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ 1 ആണ് വന്നിരിക്കുന്നത്. 1 ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? a+b, ഈ സമവാക്യത്തിലെ a+b തുക എത്രയാകണം? 1 ആകുകയും ഗുണനഫലം ab -600 ആകുകയും ചെയ്യണം. പ്രോഡക്റ്റ് -600ഉം സമ്മ് 1. അങ്ങനെയാണെങ്കിൽ a-b കാണാനായിട്ടുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. a-b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a+b ഹോൾ സ്ക്വയർ -4ab. ഇത് നമ്മൾ ഓർത്തിരിക്കണം, ഈ ഐഡന്റിറ്റി ഓർത്തിരിക്കുക. ഈക്വൽ ടു a+b എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 സ്ക്വയർ -4 ഇൻറ്റു ab എന്ന് പറയുന്നത് -600. അപ്പോൾ 1 സ്ക്വയർ 1 തന്നെയാണ്. 2 നെഗറ്റീവിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പോസിറ്റീവ് ആവും. 600 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 2400. അപ്പോൾ 2 കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 2401 എന്ന് വന്നു. അപ്പോൾ a-b ഹോൾ സ്ക്വയർ ആണ് 2401. അപ്പോൾ a-b എത്ര വന്നു? √2401. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞിരുന്നു വലിയ നമ്പർ വരുമ്പം എങ്ങനെയാണ് റൂട്ട് കാണുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇപ്പോൾ 2401 ആണ് നമ്മുടെ നമ്പർ. അപ്പോൾ അതിനിങ്ങനെ ഡിവിഷനാക്കി ഇടുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് 2 നമ്പർ വെച്ച് സെപ്പറേറ്റ് ചെയ്യുക. ഇപ്പോൾ 1 2 നമ്പർ സെപ്പറേറ്റ് ചെയ്തു. ഇവിടെ 1 2. ഇനി ആദ്യത്തെ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതായത് 24-നകത്ത് ഉള്ള ഏറ്റവും വലിയ പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണവർഗം ഏതാന്ന് നോക്കണം.
ഏതാണ്? നമുക്കറിയാം 4 4s are 16, 5 5s are 25 ആണ്. 5 ഗുണം 5 25 എടുക്കാൻ പറ്റിയല്ല, കാരണം 24 നമ്മുടെ കയ്യിലുള്ളൂ. പിന്നെ എടുക്കാവുന്ന 4 ഗുണം 4. 4 ഗുണം 4 എത്രയാണ്? 16 ആണ്. അത് കുറയ്ക്കുക. 16 കുറയ്ക്കുമ്പോൾ എത്ര വന്നു? 8 വന്നു അല്ലേ? ഇനി ഇത് നമ്മൾ സാധാരണ ഡിവിഷനിൽ ഓരോ നമ്പർ വെച്ചിട്ടാണ് ഇറക്കി എഴുതുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഓരോ ഗ്രൂപ്പായിട്ട് ഇറക്കി എഴുതണം. അതായത് 0 1 കൂടെ ഒന്നിച്ച് ഇറക്കി എഴുതുക. മനസ്സിലായല്ലോ? ഇനി ശ്രദ്ധിക്കുക. ഇനി നമ്മളിവിടെ എഴുതുന്ന എന്താന്ന് വെച്ചാൽ ഈ 4 4 കൂടെ കൂട്ടി ഇത്തിരി ഇങ്ങോട്ട് മാറ്റി എഴുതണം. 8. 4 4 കൂടെ കൂട്ടുമ്പോൾ 8. പിന്നെ ഇവിടെ ഒരു നമ്പർ നമുക്ക് എഴുതണം. ആ നമ്പർ എന്താണോ ആ നമ്പർ തന്നെ ആയിരിക്കണം ഇവിടെയും എഴുതേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഈ ബോക്സിൽ നമ്മൾ എഴുതാൻ പോകുന്ന നമ്പർ, ഈ 4നെ മറന്നേക്ക്. ഈ ബോക്സിൽ നമ്മൾ എഴുതാൻ പോകുന്ന നമ്പറിനെ ഇത് മുഴുവനും കൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് കിട്ടണം, അല്ലെ ഇതിനേക്കാളും ചെറിയ നമ്പർ കിട്ടണം. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. നമുക്ക് അന്നേരം കറക്റ്റ് ഈ നമ്പർ തന്നെ കിട്ടണം. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ 1 വരണമെങ്കിൽ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് ഇടാം? ഇവിടെ 1 ഇട്ടാൽ 1 തന്നെ ഇവിടെ എഴുതണം. അപ്പോൾ 81 × 1 81 നമുക്കതാണോ വേണ്ടത്? അല്ല. പിന്നെ 2 ഇട്ടാൽ ഇവിടെയും 2 എഴുതണം. അത് ഈവൻ നമ്പറാണ്. ഇവിടെ 3 എഴുതിയാൽ ഇവിടെയും 3 എഴുതണം. അപ്പോൾ 3 × 3 9 വരും. നമ്മുടെ വൺസ് പ്ലേസിൽ 1 ആണ് വരേണ്ടത്. പിന്നെ 4 പറ്റുകയില്ല, 5 പറ്റുകയില്ല, 6 പറ്റുകയില്ല, 7 7s are 49 ആണ്. അപ്പം 9 ഇവിടെ വരും. അതും പറ്റുകയില്ല. 8 പറ്റുകയില്ല. പിന്നെ 9 എഴുതിയാൽ ആ 9 തന്നെ ഇവിടെ എഴുതുക. 9 9s are 81. അപ്പോൾ 89നെ 9 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. 9 9s are 81. പിന്നെ 9 8s are 72 + 8 80. സോ ആൻസർ 801 കിട്ടിയില്ലേ? അപ്പോൾ ഈ 9 കറക്റ്റ് അല്ലേ? അപ്പോൾ 801. റിമൈൻഡർ എത്ര വന്നു? 0 വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിവിടെ ഇപ്പോൾ കിട്ടിയത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 2401ൻ്റെ ആൻസർ എത്ര വന്നു? 49 വന്നു. ഈ 49 ഞാൻ പറഞ്ഞിരുന്നു, റൂട്ട് എഴുതുമ്പോൾ 49 + 49 ആകാം, -49 ആകാം. ഓർക്കുന്നുണ്ടല്ലോ? ഇനി നമുക്ക് a + b എത്രയാണ് കിട്ടിയത്? a + b 1 a - b 49 എടുക്കാം, +49 എടുക്കാം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് 2a കിട്ടുമല്ലോ. ആഡ് ചെയ്ത് കഴിയുമ്പം b - b + b ക്യാൻസൽ ആവും. a + a 2a വന്നു, ഈക്വൽ ടു ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 50 വന്നു. അപ്പോൾ a = 50/2 എന്ന് പറയുന്നത് 25 അല്ലേ? a 25 ആണെങ്കിൽ b എത്ര വരും? a + b 1 വരണമെങ്കിൽ a 25 വന്നാൽ b - 24 വന്നാലല്ലേ ഉള്ളൂ. 25 - 24 അല്ലേ 1 അല്ലേ? അപ്പോൾ എ ബി മൈനസ് ആവുകയും ചെയ്യും. എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ആവുകയും ചെയ്യും. ഇനി ഇപ്പോൾ നമുക്ക് ഫാക്ടേഴ്സ് ആയിട്ട് എങ്ങനെ എഴുതാം? ഈ n² + n - 600നെ n² + n - 600 = 0 എന്നുള്ളതാണ് നമ്മുടെ സമവാക്യം. അപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ പഠിച്ചത് എക്സിലായിരുന്നു. അപ്പോൾ x + x - അങ്ങനെയായിരുന്നു നമ്മൾ എഴുതിക്കുന്നത്. ഇവിടെ n ആയതുകൊണ്ട് n ആദ്യത്തെ നമ്പർ +25 × n - 24 = 0 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഒന്നുകിൽ n + 25 0 അല്ലെങ്കിൽ n - 24 0. അപ്പോൾ n + 25 0 ആയാൽ n-ൻ്റെ വാല്യൂ എത്ര വന്നു? -25 വരും. ഇവിടെയോ n-ൻ്റെ വാല്യൂ 24 വരും. അപ്പോൾ ഈ മൈനസ് വരും. n എന്ന് പറയുന്ന നമ്പറാണ്. നമ്പർ ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. അപ്പോൾ നമ്മൾ ഇത് എടുക്കത്തില്ല, ഇത് മാത്രമാണ് എടുക്കുന്നത്. ഇനി a + b = 1 a - b = -49 എടുത്താലോ? ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ക്യാൻസൽ ആയിപ്പോൾ 2a = എത്ര വന്നു? -48 വന്നു. ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആണ്. അന്നേരം സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ ഇടുക. വലുത് 49 ആണ്, അതിൻ്റെ സൈൻ മൈനസ് ആയതുകൊണ്ട് ഇപ്പോൾ a എത്ര വന്നു? -24 വന്നു. a - 24 വന്നാൽ b എത്ര വരും?
എ -24 വന്നാൽ ബി എത്ര വരും? 25 വരും. എങ്കിലല്ലേ ഉള്ള ആൻസർ 1 കിട്ടത്തുള്ളൂ. ബി 25 വന്നല്ലോ. അപ്പോൾ ഇത് തന്നെ തിരിഞ്ഞല്ലേ വന്നത് അല്ലേ? അപ്പോൾ ഫാക്ടേഴ്സ് എങ്ങനെ വരും? ഇത് ഇപ്പുറത്തോട്ടും വരും ഇപ്പുറത്തോട്ടും വരും. അത് മാത്രമേ ഉള്ളൂ. വേറെ വ്യത്യാസം വല്ലതും വരുന്നുണ്ടോ? -24 ഇൻറ്റു n + 25 = 0 തന്നെയല്ലേ വരുന്നത്. നമ്പറൊന്നും മാറുന്നില്ലല്ലോ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 24 -25 വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരെണ്ണം എഴുതിയാൽ മതി, രണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ നമ്പർ എത്ര കിട്ടി? n ആദ്യത്തെ 24 പദങ്ങളുടെ തുകയാണ് 300. സം ഓഫ് ദി ഫസ്റ്റ് 24 നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 300. ലാസ്റ്റ് ആൻസർ ആയിട്ട് സം ഓഫ് ദി ഫസ്റ്റ് 24 നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 300. ആദ്യത്തെ 24 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 300. ക്ലിയർ ആയല്ലോ? ഇനി നാലാമത്തെ ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്: അറ്റ് വാട്ട് പോയിന്റ്സ് ദസ് ദ ഗ്രാഫ് ഓഫ് ദ പോളിനോമിയൽ x² - 2x - 1 ക്രോസ് ദ x ആക്സിസ്. x² - 2x - 1 എന്ന പോളിനോമിയലിന്റെ ചിത്രം x ആക്സിസിലൂടെ കടന്നു പോകുന്ന ബിന്ദുക്കളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മുടെ പോളിനോമിയൽ എന്താണ്? x² - 2x - 1 ആണ്. ഈക്വൽ ടു 0 എന്ന് എടുക്കാമല്ലോ. കാരണം x ആക്സിസിലൂടെ കടന്നു പോകുമ്പോൾ വൈയുടെ വില 0 ആണ്. ഇവിടെ ഇരട്ടസംഖ്യ ആണല്ലോ. ഇരട്ടസംഖ്യ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ, അതായത് x² അതുപോലെ എഴുതുക, -2x അതേപോലെ എഴുതുക. എന്നിട്ട് ഈ 2ന്റെ പകുതി 1 എടുക്കുക. 1ന്റെ സ്ക്വയർ കാണുക. 1ന്റെ സ്ക്വയർ എന്താണ്? 1 തന്നെയാണ്, +1 ആണ്. പക്ഷെ നമുക്ക് -1 ആണ്. നമുക്ക് ആ ചോദ്യത്തിനെ തിരുത്താൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? -2 ഇട്ട് കഴിഞ്ഞാൽ 1 - 2 എന്ന് പറയുന്ന -1 അല്ലേ? അപ്പോൾ -1 ആയല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എക്സ്ട്രാ ഒരു നമ്പർ ചേർക്കുന്നു. അത് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന എന്തിൻ്റെ സ്ക്വയർ ആണ്? x - 1ന്റെ സ്ക്വയർ ആണ്. -2 = 0. ഈ 2 എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാം? √2ന്റെ സ്ക്വയർ ആക്കി എഴുതാം. എന്നാലല്ലേ ഉള്ളൂ a² - b² ഫോമിലാകത്തുള്ളൂ. a² - b² ഫോമിലാണ് നമുക്ക് കിട്ടേണ്ടത്. കാരണം എന്താ? നമുക്കതിനെ a + b × a - b എന്ന് എഴുതണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുന്നത്. അപ്പോൾ a ആയിട്ട് ഇവിടെ x - 1ഉം b ആയിട്ട് √2. അപ്പോൾ +√2 × x - 1 - √2 = 0. മനസ്സിലാവുന്നുണ്ടോ? a ആയിട്ട് x - 1 ആണ്. അപ്പോൾ ഇവിടെ x - 1 x - 1. b ആയിട്ട് √2. അപ്പോൾ +√2 ഇവിടെ -√2. ഇനി ഇത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? ഒന്ന് റൂട്ടുള്ളതും ഒന്ന് റൂട്ട് ഇല്ലാത്തതുമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആദ്യത്തെ ബ്രാക്കറ്റ് x - 1 +√2 = 0 എടുത്താൽ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -1 അപ്പുറത്ത് പോകുമ്പോൾ +1 ആവും. √2 അപ്പുറത്ത് പോകുമ്പോൾ -√2 ആവും. ഇനി രണ്ടാമത്തെ ബ്രാക്കറ്റ് x - 1 -√2 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് എന്ത് കിട്ടും? -1 അപ്പുറത്ത് വരുമ്പോൾ +1 ആവും. -√2 അപ്പുറത്ത് വരുമ്പോൾ +√2 ആവും. എക്സിൻ്റെ രണ്ട് വാല്യൂസ് കിട്ടിയല്ലോ. ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് കിട്ടി അല്ലേ? പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന x ആക്സിസിലെ ഏത് പോയിന്റിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന്. അപ്പോൾ x ആക്സിസിലെ പോയിന്റിൽ y കോർഡിനേറ്റ് 0 ആണ് അല്ലേ? y സൂചക സംഖ്യ 0 ആണ്. അപ്പം നമുക്ക് ആദ്യത്തെ പോയിന്റ് ഏത് വരും? 1 -√2, 0. രണ്ടാമത്തെ പോയിന്റ് 1 +√2, 0. അപ്പോൾ എന്തെഴുതാം? The graph of this polynomial crosses the x-axis at the points 1 -√2, 0 and 1 +√2, 0. ഈ പോളിനോമിയലിന്റെ ചിത്രം എക്സ് ആക്സിസിലെ 1 -√2, 0 എന്ന ബിന്ദുവിൽ കൂടെയും 1 +√2, 0 എന്ന ബിന്ദുവിൽ കൂടെയും കടന്നു പോകുന്നു എന്നെഴുതിയാൽ മതി മലയാളം മീഡിയംകാർ. അപ്പം ഇത് രണ്ടും മനസ്സിലായല്ലോ.